ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 58. യഥാർത്ഥമായ ഉപവാസം. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക. എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ? ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ? എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ജെറുസലേമിൽ തിരിച്ചെത്തിയ ജനത കേവലം ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 58-ാം അധ്യായം നൽകപ്പെട്ടത്. ജനങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും ദൈവം തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ടപ്പോൾ അവരുടെ ആത്മീയ കാപട്യത്തെ പ്രവാചകൻ തുറന്നു കാട്ടുന്നു. നീതിയും കരുണയുമില്ലാത്ത വെറും പ്രകടനപരമായ ഭക്തിയെ ദൈവം വെറുക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിലെ കേന്ദ്ര സന്ദേശം. കഠിനമായ സാമൂഹിക അനീതികൾ നിലനിന്നിരുന്ന ആ കാലത്ത് ദരിദ്രരെ സഹായിക്കാതെ നടന്ന ഉപവാസം വ്യർത്ഥമാണെന്ന് ഏശയ്യാ പ്രവാചകൻ ഉറപ്പിച്ചു പറയുന്നു. തൻ്റെ ജനത്തിൻ്റെ ആത്മീയ അന്ധതയിൽ അതീവ ദുഃഖിതനായ പ്രവാചകൻ ഒരു കാഹളം പോലെ ശബ്ദമുയർത്തി അവരുടെ അതിക്രമങ്ങളെ വിളിച്ചു പറയുന്ന ധീരനായ ദൈവപുരുഷനായി നിലകൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥ ഉപവാസം എന്നത് വിശക്കുന്നവന് ആഹാരം നൽകുന്നതും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുന്നതുമാണെന്ന വിപ്ലവാത്മകമായ കാഴ്ചപ്പാടാണ് പിതാവായ ദൈവം പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്നത്. ഉപവാസത്തിൻ്റെ പേരിലുള്ള ആത്മപീഡനത്തെക്കാൾ ഉപരിയായി സഹോദരൻ്റെ കണ്ണീരൊപ്പുന്നതാണ് ദൈവത്തിന് പ്രിയപ്പെട്ട ആരാധനയെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഏശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കാത്ത പക്ഷം വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ജനത്തിന് മുന്നറിയിപ്പും നൽകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ദൈവത്തിലേക്ക് മടങ്ങുന്നവർക്ക് അവിടുന്ന് നൽകുന്ന കരുണയുടെയും സൗഖ്യത്തിൻ്റെയും വാഗ്ദാനങ്ങൾ
ഇന്നും നമുക്ക് വലിയ ആവേശമാണ് പ്രദാനം ചെയ്യുന്നത്. ഇരുട്ടിൽ ഉദിക്കുന്ന പ്രകാശമായി പിതാവായ ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തും എന്ന വാഗ്ദാനം പ്രത്യാശയുടെ വലിയൊരു കിരണമായി നിലകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്ത് ആത്മീയത വെറുമൊരു ചടങ്ങായി മാറുന്ന സാഹചര്യത്തിൽ ഈ പ്രവചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. അയൽക്കാരൻ്റെ കഷ്ടപ്പാടുകൾ കാണാതെ നടത്തുന്ന യാന്ത്രികമായ പ്രാർത്ഥനകൾ, ചടങ്ങുകൾ, ഉപവാസ പ്രക്രിയകൾ, പെരുന്നാളുകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലെന്ന വലിയ പാഠം ഇത് നമുക്ക് നൽകുന്നു. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത വിശ്വാസം ജീവനില്ലാത്തതാണെന്നും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടേണ്ടതെന്നും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണല്ലോ. ദുർബലരെ ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും എളിയവരോട് കരുണ കാണിക്കാനും ഓരോ വിശ്വാസിയും നിങ്ങളും ഞാനും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം കുടുംബത്തിലും സമൂഹത്തിലും എത്രമാത്രം മാറ്റം വരുത്തുന്നു എന്ന് സ്വയം പരിശോധിക്കാൻ ഈ വചനഭാഗവും നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്. മിശിഹായുടെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന നമ്മൾക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വേണം നമ്മുടെ വിളക്കിന് എണ്ണ കരുതേണ്ടത്. അന്തിമവിധിയിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നത് നാം എത്ര പ്രാർത്ഥിച്ചു, എത്ര തവണ ഉപവസിച്ചു എന്നല്ല, മറിച്ച് എളിയവരായ തൻ്റെ സഹോദരങ്ങളിൽ ഒരാൾക്ക് നാം എന്ത് ചെയ്തു എന്നായിരിക്കും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. പഴയ മതിലുകൾ കെട്ടിപ്പടുക്കുന്നവരെ പോലെ തകർന്ന ബന്ധങ്ങളെ പുനരുദ്ധരിക്കാനും സമാധാനം സ്ഥാപിക്കാനും നാം പരിശ്രമിക്കണം. കർത്താവിൻ്റെ വരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവർക്ക് അവിടുത്തെ കൃപയും ശാശ്വതമായ സമാധാനവും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യത്തോടെ ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിന് മുൻപിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മബലം നൽകട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ